8 വർഷം നീണ്ട പ്രണയത്തിൽ നിന്നും പിന്മാറിയതിന് യുവാവിന്റെ ജനനേന്ദ്രിയം മുറിച്ച് കാമുകി. ആസുഷിന് നമ്മുടെ നാട്ടിൽ സ്ഥിരം നടക്കുന്ന അക്രമങ്ങളെ പോലെ ഒരു ആക്രമണം തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ വ്യത്യസ്തത എന്ന് പറയുന്നത് ഈ ഒരു വാർത്തയുടെ താഴെ വന്നൊരു കമന്റാണ് ഈ കാണുന്നത്. ആ പെൺകുട്ടിക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. എന്തിനാണ് ഈ കുതിരപ്പവൻ അദ്ദേഹം കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായി. ശരിക്കും എന്തുകൊണ്ടാണ് ആ പ്രണയത്തിൽ നിന്ന് അയാൾ പിന്മാറിയെന്ന് ആർക്കും അറിയില്ല. കാരണം ഇതിപ്പോ നടന്നിരിക്കുന്നത് ഒരു പെൺകുട്ടിക്കെതിരെ പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിന് ഒരു ആസിഡ് ആക്രമണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്രമണം നേരിട്ടെങ്കിൽ ഇന്റർനാഷണൽ ചാനൽ ഉൾപ്പെടെ വേറെ ഇറങ്ങി നൽകി. ആ യുവാവിനെ ആക്രമിച്ച സ്ത്രീക്ക് പേരില്ല, ഫോട്ടോ ഇല്ല, അഡ്രസ് ഇല്ല, ഒന്നും. പക്ഷെ ഒരു പുരുഷനാണ് ഏതെങ്കിലും പെൺകുട്ടിയുടെ അക്രമം കാണിച്ചെങ്കിൽ അവന്റെ വീട്, അഡ്രസ്, സ്ഥലം, അവന്റെ അപ്പൂപ്പന്റെ കാലഘട്ടത്തിലുള്ള കഥകൾ വരെ ഓടി തകർന്നു. എല്ലാത്തിനും ഇക്വാലിറ്റി വേണം എന്ന് പറയുന്ന ആളുകൾ ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടാൽ മാത്രം ഹാഷ്ടാഗുകൾ കൊടിയും പിടിച്ച് ഇക്വാലിറ്റിക്ക് വരും. പക്ഷെ മറിച്ച് ഒരു പുരുഷൻ ആക്രമിക്കപ്പെട്ടു, അതും ഒരു സ്ത്രീയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇക്വാലിറ്റി വേണ്ട, സ്ത്രീയുടെ ഫോട്ടോ വെക്കേണ്ട, അവരുടെ പേര് പറയണ്ട, അവർക്ക് ഇരയുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇര ആരോ എന്ന് ന്യായമായിരിക്കണം. പുരുഷന് സംഭവിച്ചിരുന്നാലും ശരി, സ്ത്രീക്ക് സംഭവിച്ചിരുന്നാലും ശരി, ഇര തന്നെയാണ്.